الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها صدق الله العلي العظيم. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിൻ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും മുഹ്സിനീങ്ങളിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി അവതരിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്യം സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ നാട്ടുകളിലെ എല്ലാവർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മളുമായി ബന്ധപ്പെട്ട പലരും പലതരത്തിലുള്ള ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട് പ്രയാസപ്പെടുകയാണ് റഹ്മാനെ. എല്ലാവർക്കും ഈ ആഫിയത്തിനെയും കാമിലായ ശിഫിയെയും കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. നാം ചെയ്തുപോയ എല്ലാ പാപങ്ങളും അർഹമുറാഹിമായ തമ്പുരാനെ പുറത്തു തരണേ അല്ലാഹ്. നീ മാപ്പാക്കി തരണേ അല്ലാഹ്. നിന്റെ നരകത്തിന്റെ അടുത്ത് പോലും നമ്മളെ ആരെയും എത്തിക്കല്ല അല്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വഭാവ സംസ്കരണവും ആത്മപരിശീലനവും എന്നുള്ളത്. സ്വഭാവ സംസ്കരണവും ആത്മപരിശീലനവും, ആ രണ്ട് കാര്യങ്ങളും സത്യവിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കൽ വാജിബായ നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും പലപ്പോഴും നമുക്ക് ഭാരമായിട്ടും പ്രയാസമായിട്ടുമാണ് അനുഭവപ്പെടാറുള്ളത്. ഭാരവും പ്രയാസവും. സത്യത്തിൽ പറഞ്ഞാൽ പലപ്പോഴും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാറുണ്ടെങ്കിലും എത്ര കണ്ടാണോ പരിശ്രമിക്കേണ്ടത് ആ തലത്തിലും ആ രീതിയിലും സ്വഭാവ സംസ്കരണത്തിനും ആത്മപരിശീലനത്തിനും വേണ്ടുന്ന കാര്യങ്ങൾ ആവുന്നില്ലതാണ്. അതിനെന്താണ് കാരണം? നമ്മുടെ മടിയാണ്, നമ്മുടെ അലസതയാണ്, നമ്മുടെ ഉദാസീനതയാണ്. ഇത് മൂന്നും മനുഷ്യനെ ഭരിക്കുന്ന ചില മോശപ്പെട്ട കാര്യങ്ങളാണ്. മടി, അലസത, ഉദാസീനത എന്നീ മോശമായ കാര്യങ്ങൾ. പക്ഷെ ഇവിടെയുള്ളൊരു വൈരുദ്ധ്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ആരും സമ്മതിക്കില്ല ഞാൻ മടിയനാണ്, ഞാൻ അലസനാണ്, ഞാൻ ഉദാസീനനാണ് എന്ന് ബോധമുള്ള ഒരാളും സമ്മതിക്കാനുള്ള സാധ്യതയുമില്ല. ഇത് സമ്മതിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കണക്കിന് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു കാര്യമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം. മനുഷ്യനെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് വേർതിരിക്കാം. ഒന്ന് മനുഷ്യന്റെ ബാഹ്യരൂപമാണ്, മറ്റൊന്ന് മനുഷ്യന്റെ ആന്തരിക ഭാഗമാണ്. ബാഹ്യരൂപം, അതാണ് മനുഷ്യന്റെ ആകൃതി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഷേപ്പും ഈ കാണുന്ന ആകൃതിയും. ആ കാണുന്ന കാര്യത്തിനാണ് അറബിയിൽ ഖൽഖ് എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നത്. നമ്മളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ, അള്ളാഹുവാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. ഉള്ളിലുള്ളതാണ് ഖുലുഖ് എന്ന് പറയുന്നത്. ഖുലുഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതിയാണ്, മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്.
ഈ രണ്ട് കാര്യത്തെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ സ്വഭാവ സംസ്കരണത്തിനും ആത്മീയ പരിപോഷണത്തിനും സഹായിക്കുന്ന ചില ഘടകങ്ങളെയും കാര്യങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്കൊക്കെ ഉള്ള വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ഇങ്ങനെയാണ്: മനുഷ്യന്റെ ബാഹ്യരൂപത്തെ മാറ്റുക എന്നുള്ളത് മനുഷ്യൻ അസാധ്യമായ കാര്യമാണ്. ഈ പുറമേ കാണുന്ന ഈ രൂപമില്ലേ, ആ രൂപത്തെ മാറ്റാൻ നമുക്ക് പ്രയാസമാണ്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ കാര്യം വ്യക്തമായി ബോധ്യപ്പെടും. നമ്മുടെ ബാഹ്യരൂപത്തെ മാറ്റാൻ നമുക്ക് സാധിക്കാത്തതുപോലെ ആന്തരികമായ കാര്യത്തെയും മാറ്റാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുള്ളത്. ആ ധാരണ ഒരു തെറ്റിദ്ധാരണയാണ്. ആ ധാരണ പരമാബദ്ധത്തിൽപ്പെട്ട ഒന്നുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? അന്നൽ ഖുലുഖ ഹുവ സൂറത്തുൽ ബാത്തിൻ, അന്നൽ ഖുലുഖ ഹുവ സൂറത്തുൽ ബാത്തിൻ കമാ അന്നൽ ഖൽഖ ഹുവ സൂറത്തുൽ ലാഹിർ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ബാഹ്യരൂപത്തെ മാറ്റാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം, നീളം കുറഞ്ഞ വ്യക്തിയെ നീളം കൂടിയ വ്യക്തിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമോ? നീളം കുറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയെ നീളം കൂടിയ വ്യക്തിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. നീളം കൂടിയ വ്യക്തിയെ നീളം കുറഞ്ഞ വ്യക്തിയായി നമുക്ക് ബാഹ്യരൂപത്തെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല, അത് അസാധ്യമാണ്. അതേപോലെ തന്നെയാകുന്നു മനുഷ്യന്റെ വികൃത രൂപത്തെ സുന്ദര രൂപമാക്കി മാറ്റുക എന്നുള്ളതും മനുഷ്യൻ ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. അന്നേരം പറയും പ്ലാസ്റ്റിക് സർജറി ഒക്കെ അല്ല വലിയ ഉസ്താദെ എന്നൊക്കെ പറഞ്ഞാൽ വാദത്തിന് വേണ്ടി ഉണ്ടെന്ന് സമ്മതിച്ചാലും സത്യത്തിൽ മനുഷ്യന്റെ വിരൂപമായ അവസ്ഥയെ മാറ്റി ഒരു സുന്ദരമായ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇന്ന് ആധുനിക ലോകത്ത് കാണുന്ന ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ട് ഒരു റീഷേപ്പിംഗ് സാധിക്കുന്നില്ല എന്ന് ന്യായത്തിന് വേണ്ടി വാദത്തിന് വേണ്ടി സമ്മതിക്കാം എന്നല്ലാതെ അടിസ്ഥാനപരമായി വിരൂപമായ അവസ്ഥയെ സുന്ദരമായ രൂപമാക്കി മാറ്റാൻ സാധിക്കില്ല. فالقصير لا يقدر أن يجعل نفسه طويلا ولا الطويل يقدر أن يجعل نفسه قصيرا ولا القبيح يقدر على تحسين صورته سيدنا محمد رسول الله. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇതേപോലെയാണ് ബാഹ്യമായ രൂപത്തെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല എന്ന് നാം വിശ്വസിച്ച് ഉറപ്പിച്ചതുപോലെയാകുന്നു മനുഷ്യന്റെ ആന്തരികമായ വികൃത രൂപത്തെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളൊരു ധാരണ പലപ്പോഴും നമുക്കുണ്ട്. സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഉണ്ട്. പുറത്തെ മാറ്റാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് അകത്തെയും മാറ്റാൻ സാധിക്കില്ല എന്ന്. അത് വലിയൊരു തെറ്റായ ധാരണയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് ചില ന്യായീകരണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ചില ന്യായീകരണങ്ങളും നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പറയാറുണ്ട്. ഒന്നാമത്തെ ന്യായീകരണം ഇങ്ങനെയാണ്: പുറമെ ഉള്ളിൽ നടക്കുന്നതാണല്ലോ മനുഷ്യന്റെ ശാരീരികമായ ഇച്ഛകൾ. ശാരീരികമായ ഇച്ഛകളും ദേഷ്യം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും മനുഷ്യനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് മനുഷ്യന്റെ പ്രകൃതിയിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും സ്വമേധയാ ഉണ്ടാകുന്നതാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ദേഷ്യം ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ മറ്റു വികാരങ്ങൾ, ഇതൊക്കെ മനുഷ്യ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നും മനുഷ്യന് വിട്ടൊഴിഞ്ഞു നിൽക്കാൻ, മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട്, സഹജമായ ഭാഗമായതുകൊണ്ട് അതിൽ നിന്നും വിട്ടുമാറാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ വിട്ടുമാറാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് മാറ്റാനുള്ള പരിശ്രമം പിന്നെ എന്തിനാ നമ്മുടെ ഭാഗത്ത്? അങ്ങനെ ഒരു പരിശ്രമം ആവശ്യമില്ലല്ലോ. അതിനു വേണ്ടി അധ്വാനിക്കുന്നതൊക്കെ പാഴ്ശ്രമമാണ്, റിസൾട്ട് കിട്ടാത്ത ഒരു ശ്രമമാണ് എന്നാണ് നമ്മൾ ഉൾപ്പെടെ മഹാഭൂരിഭാഗത്തിന്റെയും വിശ്വാസം. അത് കിതാബിൽ കാണുന്ന ഇബാറത്ത് പ്രകാരം പറഞ്ഞാൽ ഫസ്തിഗാലുഹു ബിഹി തഫ്സീഹു സലീഹു സമാനൻ ബിഗൈരി ഫായിദത്തിൻ. ഫായിദയില്ലാതെ ഒരു റിസൾട്ട് ഒന്നും കിട്ടാതെ സമാനിനെ വെറുതെ വേസ്റ്റാക്കി കളയലാണ്. അതുകൊണ്ട് തന്നെ ഫൈനഹു ഖത്ത് ലാ യൻഖതിഉ മിനൽ ആദമി. മനുഷ്യന്റെ ബ്ലഡിൽ, മനുഷ്യന്റെ ഇന്റേണൽ ഭാഗത്തിൽ ലയിച്ച് ഒട്ടി നിൽക്കുന്നതായത് കൊണ്ട് തന്നെ ഇതിനെ മാറ്റാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. മറ്റൊരു ന്യായമുണ്ട്.
ഇതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭാഗമായത് കൊണ്ട് തന്നെ മാറ്റാൻ പറ്റില്ല എന്ന ന്യായം, ആ ന്യായം നമ്മെ അപകടത്തിലെത്തിക്കുന്ന ന്യായത്തിൽപ്പെട്ടതാണ്. ജസ്റ്റിഫിക്കേഷനും റാഷണലൈസേഷനും നമ്മൾ ഇത്തരം കാര്യങ്ങൾ അപകടത്തിലെത്തിക്കുന്നു. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വഭാവങ്ങളെയും ആന്തരികമായ കാര്യങ്ങളെയും മാറ്റാൻ സാധിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സിനു അഖ്ലാഖകും, ഹസ്സിനു അഖ്ലാഖകും, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കണം എന്ന് ആര് പറഞ്ഞതാണ്? നമ്മുടെ മുത്ത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നാണ് നാം വിചാരിക്കുന്നതെങ്കിൽ ലൗ കാനത്തിൽ അഖ്ലാഖു ലാ തഖബലു തഗ്യീറ ലബതലത്തിൽ വസായ വൽ മവാഇദു വത്തഅദീബാത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആര് പറയുന്നതാ? നമ്മുടെ സയ്യിദ് മുഹമ്മദ് റസൂലുള്ളാഹി. ലൗ കാനത്തിൽ അഖ്ലാഖ് ലാ തഖബലു തഗ്യീറ, മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റില്ല, മാറ്റങ്ങൾക്ക് വിധേയമാവില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ലബതലത്തിൽ വസായ, മനുഷ്യന്റെ ഉപദേശങ്ങൾ ബാത്തിലായി പോകുമായിരുന്നു. മനുഷ്യന്റെ വസീയത്തുകളെ കൊണ്ട്, ഉപദേശങ്ങളെ കൊണ്ട് ഒരു ഫലവും കിട്ടാതാകുമായിരുന്നു. മാത്രമല്ല വൽ മവാഇദ്, വാളുകളെ കൊണ്ടും വത്തഅദീബാത്, മര്യാദയുണ്ടാകണം എന്ന് പറയുന്ന കാര്യങ്ങളെ കൊണ്ടും ഒരു ഉപകാരവും കിട്ടാതെ വരുമായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ഹദീസ് കൊണ്ടുള്ള സ്ഥാപിക്കലാണ്. ഇതൊക്കെ ഹദീസിൽ പറഞ്ഞതല്ലേ മുസ്ലിയാറെ? ഹദീസിൽ പറഞ്ഞതൊക്കെ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ ലോജിക്ക് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പലരും പറയാറുണ്ട്, എത്ര മാറാൻ ശ്രമിച്ചിട്ടും മാറാൻ പറ്റുന്നില്ല. മാറണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഉള്ളിൽ വല്ലാത്ത ഉത്സാഹമുണ്ട്, പക്ഷെ മാറാൻ സാധിക്കുന്നില്ല. മാറാൻ സാധിക്കും എന്നുള്ള വിശ്വാസം മനുഷ്യനെ മാറ്റുന്നതിന്റെ പ്രഥമ പടിയാകുന്നു, നന്മയിലേക്കും ഹൈറിലേക്കുമുള്ള പ്രഥമ പടിയാകുന്നു. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞാൽ, ബുദ്ധിപരമായ ഉദാഹരണം പറഞ്ഞാൽ, മൃഗത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. മൃഗത്തിന്റെ സ്വഭാവം, പക്ഷികളുടെ സ്വഭാവത്തിൽ പോലും മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. ആ നിലക്ക് മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല എന്ന് നാം പറയുന്നത് എന്ത് ന്യായത്തിന്റെയും എന്ത് ബലത്തിന്റെയും അടിസ്ഥാനത്തിലാണ്? ഒരു ഉദാഹരണം പറയട്ടെ. ഇണങ്ങാത്ത പക്ഷികളെ നാം ഇണക്കിക്കൊണ്ടുവരുന്നു. ഇണങ്ങാത്ത പക്ഷികൾ, അതിൽപ്പെട്ടതാണ് തത്ത. തത്ത മനുഷ്യൻ ഇണങ്ങുന്ന ഒരു ജീവി ആയിരുന്നില്ല. തത്തയെ മനുഷ്യൻ ക്രമേണ ഇണക്കിക്കൊണ്ടുവന്നു. മാത്രമല്ല പ്രാവുകൾ, പലരും പ്രാവുകളെ വളർത്തുന്ന കാണാറുണ്ട്. പ്രാവുകളെയും കിളികളെയും മറ്റു പക്ഷികളെയൊക്കെ വളർത്തി മെരുക്കിയെടുക്കുന്നത് കാണാൻ സാധിക്കുന്നു. ആ പക്ഷികൾ ഇണങ്ങാത്ത പ്രകൃതിയുള്ള പക്ഷികളെ ഇണക്കിയെടുത്ത് അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട്. ഇണങ്ങാത്ത ഒന്നിനെ ഇണക്കാൻ മനുഷ്യന് സാധിക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ആർത്തിയുള്ള ജീവിയാണ് നായ. അത് ഭയങ്കര ആർത്തിയാണ്. എത്ര കിട്ടിയാലും എത്ര ലഭിച്ചാലും ഒരു ദുരമാറാത്തൊരു ജീവിയാണ് നായ. ഈ നായയുടെ ആർത്തിയെ മെരുക്കിയെടുത്തുകൊണ്ട് അച്ചടക്കമുള്ള ഒരു മൃഗമാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ കൊണ്ടുവരുന്നു. പോലീസിലെ നായ്ക്കളൊക്കെ കാണാമല്ലോ. പോലീസ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയാണോ പോവേണ്ടത് ആ രീതിയിൽ ആർത്തിയുള്ള ജീവിയുടെ ആർത്തി മാറ്റിയിട്ട് ആ ജീവിയെ അച്ചടക്കമുള്ള ഒരു മൃഗമാക്കി കൊണ്ടുവരാൻ മനുഷ്യർക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടി പറയാം. ഉദാഹരണം, ഏറ്റവും മടിയുള്ള ജീവിയാണ് കുതിര. മടി അങ്ങേയറ്റം ഉള്ളൊരു ജീവിയാണ് കുതിര. ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുമോ എന്നറിയില്ല. വേണമെങ്കിൽ ഹദീസ് വായിക്കാം. ഹദീസിന്റെ വിശദീകരണം വായിക്കാം. വളരെ മടിയുള്ളൊരു ജീവിയാകുന്നു കുതിര. അതിന്റെ മടി മാറ്റി അനുസരണ സ്വഭാവത്തിലേക്ക് കുതിരയെ മാറ്റിക്കൊണ്ടുവരാൻ മനുഷ്യർക്ക് സാധിക്കുന്നുണ്ട്. മടിയുള്ള ജീവിയുടെ മടി മാറ്റുന്നു. അനുസരണയില്ലാത്ത ജീവിയുടെ അനുസരണക്കേട് മാറ്റി അനുസരണയെ കൊണ്ടുവരുന്നു. ഇണങ്ങാത്ത ജീവിയുടെ സ്വഭാവത്തെ മാറ്റി ഇണക്കത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നാം ചിന്തിക്കൂ. ഇനിയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മിലേക്ക് നാം അസിമിലേറ്റ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് നാഫിയായി പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണത പ്രാപിക്കാനുള്ള ഒരു കഴിവ്, പൂർണ്ണത പ്രാപിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ അള്ളാഹു നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ലോകത്തേക്ക് അയച്ചത്. പൂർണ്ണത പ്രാപിക്കുക.
പൂർണ്ണത എന്ന് പറയുമ്പോൾ ആ പൂർണ്ണതയെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ ബുദ്ധി കൊണ്ട് കൊടുക്കേണ്ട വ്യാഖ്യാനം കൊടുക്കാം. പൂർണ്ണത പ്രാപിക്കാനുള്ള കഴിവുകൾ മനുഷ്യനുണ്ടെങ്കിലും ചില നിബന്ധനകൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, നന്നായി മനസ്സിലാക്കണം, ചില നിബന്ധനകൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പൂർണ്ണത സ്വീകരിക്കാനുള്ള കഴിവുകളെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാവർക്കും തന്നിട്ടുണ്ട്. പൂർണ്ണതയിലേക്ക് എത്താനുള്ള ശേഷിയെ അള്ളാഹു